11 minutes to that your homestay. No, nothing happens. Okay. This is not a lake. This is farm, fish farm. Turumbu means, you know, there is one funny guy at Kochi. Its name is Kochi Rider. This is Tenga Kola. You know, coconut. അമ്മ എടുത്തിനാ ആ പെട്ടിയൊക്കെ ഒന്ന് പൊക്കി വെച്ച് കൊടുക്കാൻ ഒറ്റക്കായിരുന്നു. കുറേ പെട്ടി ഉണ്ടായിരുന്നു. ഗൈസ് മാക്സിമം ചൂടായതുകൊണ്ടേ കുറച്ച് നേരത്തെ ഇറങ്ങി. 10:30 മണിയായി ഗൈസ് ഇറങ്ങിയപ്പോൾ. ഇന്നൊരു വെറൈറ്റി വ്ളോഗായിരിക്കും കേട്ടോ. ബാക്ക് സൈഡൊക്കെ ഓക്കെയാണ്, നീറ്റാണ്, സീനൊന്നുമില്ല. കസ്റ്റമറൊന്നും അധികം കയറാത്തതുകൊണ്ടേ വണ്ടിയൊക്കെ നീറ്റാണ്. ഇന്നലെ കഴുകിയതാണ്. അപ്പോൾ മച്ചാമാരെ ഇന്നത്തെ നമ്മുടെ പരിപാടി തുടങ്ങാൻ വേണ്ട. ഇന്ന് നമുക്ക് നേരെ ഫോർട്ട് കൊച്ചിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നേരെ ഫോർട്ട് കൊച്ചി പോയിട്ട് ആദ്യം CNG അടിച്ച് ഫുള്ളാക്കാം. നേരെ ഫോർട്ട് കൊച്ചി പോയിട്ട് നമുക്ക് അവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കാം. എന്നിട്ട് വല്ല എയർപോർട്ടോട്ടോ വല്ല ഇൻ്റർസിറ്റിയാ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം. അപ്പോൾ മച്ചാമാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൊച്ചി റൈഡർ. നമുക്ക് ആദ്യം തോപ്പുംപടി CNG പമ്പിൽ പോയി ഒന്ന് CNG ഫുള്ളാക്കിയിട്ടേക്കാം. ഇപ്പോൾ പകുതി ഉണ്ട്, എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഫുള്ളാക്കിയിട്ടേക്കാം. ഓക്കെ. റോട്ടിലൊന്നും ആരുമില്ല ഗൈസ്. ഉച്ചക്കൊക്കെ വെറുതെ ശോകമാണ്. ഈ ആഴ്ചയിലൊക്കെ വണ്ടി ഓടുന്നവർക്ക് അറിയാൻ പറ്റും, ഭയങ്കര ശോകമാണ്. ദൈവമേ കാത്തുള്ളേ, ദൈവമേ പൂച്ച വട്ടം ചാടി. കഷ്ടാലാക്കല്ലേട്ട മാതാവേ, ഒന്നാമത്തെ ശോകമാണ്. ഈ ആഴ്ച ഒന്നും ഓടി കിട്ടിയിട്ടില്ല. സെറ്റാക്കി തന്നെ, അല്ലെങ്കിൽ പെട്ട് പോവും. എല്ലാ ദിവസവും നമ്മൾ മട്ടാഞ്ചേരി അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. ഇന്ന് ഫോർട്ട് കൊച്ചി പോയിട്ട് നമുക്ക് ഊബർ ഓണാക്കടാ. ഫസ്റ്റ് CNG അടിച്ച് ഫുള്ളാക്കിയിട്ടേക്കാം. ഇന്നത്തെ ദിവസം എവിടെയൊക്കെ പോകാൻ പറ്റും, എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ സംഭവിക്കണമെന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാട്ടോ. സോ നിങ്ങൾ ലൈവായിട്ട് കണ്ടോ. ബാക്കി കഥകളായിട്ടൊന്നും പറയുന്നില്ല, എന്താ സംഭവിക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതാണ് ഈ ഫീൽഡ്. യെസ് ഗായ്സ്, നമ്മൾ CNG പമ്പിലെത്തിയിട്ടാ. ഓൾറെഡി ഒരു 4 കട്ട CNG ഉണ്ട്. 95 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. എന്നാലും അടിച്ച് ഫുള്ളാക്കിയിട്ടേക്കാടാ. നമ്മുടെ കൊച്ചിയിലുള്ള കുറച്ച് പിള്ളേരെ കണ്ടിടാ. അവരുടെ ലുലുവിലേക്ക് പോണേ. നമ്മൾ CNG അടിക്കാൻ വന്നപ്പോൾ അവിടെ നമ്മുടെ സബ്സ്ക്രൈബർ മച്ചാമാരെ കണ്ടുമുട്ടിയിരിക്കുന്നു. പിന്നെ നമുക്ക് നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാടാ. നൈസ്. ഈ ഏരിയ നമുക്ക് ഊബർ അങ്ങോട്ട് ഓണാക്കിയേക്കാം. എന്ത് വരുന്നു എന്ന് നോക്കാം. ചെറുത് വരുമോ വലുത് വരുമോ, എന്ത് വന്നാലും നമ്മൾ എടുത്തിട്ട് ഓടും. നമുക്ക് അങ്ങനെയൊന്നുമില്ല. കഴിഞ്ഞ ദിവസം നമുക്ക് ഇവിടെ നിന്നായിരുന്നു ട്രിപ്പ് കിട്ടിയത്. ഇവിടെ നിന്ന് ജസ്റ്റ് ഈ KM-ലേക്കായിരുന്നു. ഓക്കെ. തരാനുള്ള പൈസ എനിക്ക് തന്നിട്ടില്ലല്ലോ ഊബർ. അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടില്ല മോനെ. എന്നാലും ഒരു 100-500 തരാനുണ്ടായിരുന്നു. കംപ്ലീറ്റഡ് കാണിക്കുന്നുണ്ട്. അക്കൗണ്ടിൽ വന്നാന്ന് നോക്കിയിട്ടില്ല. വന്നിട്ടുണ്ടാവും, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. സോ ഊബർ മച്ചാനെ ഞാൻ ഓണാക്കിയിട്ടുണ്ട്. ഞാനിത് ഈ ആപ്പ് മാത്രമേ ഞാൻ ഉപയോഗിക്കാനുള്ളൂ. മറ്റുള്ള ആപ്പൊക്കെ വെറുതെ ലാഗ് അടിപ്പിച്ച് എൻ്റെ ഫോണിനെ സീനാക്കാനാണ്. അപ്പം നമ്മുടെ റാപ്പിഡോ ഓല ആ ടീമൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ബന്ധപ്പെടുക. എനിക്ക് ആപ്പൊന്നും ഓണാക്കാൻ പറ്റുന്നില്ല. സംതിങ് പ്രോബ്ലം. സോ നമുക്കിവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കാം ഗൈസ്. ഇതാണ് എൻ്റെ സ്ഥലം. ഞാനിവിടെ ഉണ്ടാവും, പീറ്റർസല്ലി സ്ട്രീറ്റിലെ. ഇത് ഫോർട്ട് കൊച്ചി വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഏരിയയിലാണ് വണ്ടി ഇടുന്നത്. എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിലേക്ക് വന്നാൽ മതി ഗൈസ്. ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടോ. ഒരു വീഡിയോ 11 മണിക്ക് ഇട്ടുണ്ട്. തസ്നിം ദിവ ബ്രോ ഫസ്റ്റ് കമൻറ്റ് ഫ്രം മലപ്പുറം. താങ്ക്സ് ബ്രോ. ഞാൻ ഫസ്റ്റ് കമൻറ്റ് എന്തായാലും ഞാൻ പിൻ ചെയ്യാറുണ്ട്. സോ ഈ പ്രാവശ്യം മച്ചാനാണ് പിൻ ചെയ്തേക്കണം. ഓക്കെ. എല്ലാവരും വീഡിയോ ചെറായി ബീച്ചിലേക്ക് സെറ്റ്. ഞാൻ പറഞ്ഞില്ലേ എവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി വലിയ ലോങ്. എനിക്കാണുള്ള ട്രിപ്പ് കിട്ടി, ഇവർക്ക് ആർക്കും കിട്ടിയില്ലേ. ഞാൻ എന്തായാലും പോയിട്ട് വരാം. താങ്ക് യു ഊബർ.
താങ്ക് യു ഫോർ യുവർ സ്നേഹം. ഇവിടെ നിന്നാണ് ട്രിപ്പ് അടിച്ചാൽ നമ്മൾ പിക്കയുടെ കസ്റ്റമർ ഈസ് സ്റ്റാൻഡിങ് ഹിയർ. ഓ അപ്പുറത്തെ സ്ട്രീറ്റ് ആയിരുന്നു, ബർഗർ സ്ട്രീറ്റ് ആയിരുന്നു, മാറിപ്പോയി. അടിച്ച് കയറ്റാം നമുക്ക്. ചെറിയ വഴിയാണോ? അതാണ് സംഭവം. ഇതേ പോണം പെട്ടിയായിട്ട് ഫോർണാസ്. ഓല ടീമേ എൻ്റെ കസ്റ്റമറാണത്. ഞാൻ എന്തായാലും കസ്റ്റമറെ കൊണ്ട് ഡ്രോപ്പ് ഇട്ടിട്ട് വിളിക്കാം ഗൈസ്. ഓക്കെ actually there is a one church, it's famous church, Vallar Padam. It's called Vallar Padam. I will show you. There is some history, you can search in Google. It's a very very great history. There is no bridge on the Kalam, like before years ago there is no bridge here, so people use boat from that island to this island. One day that boat they protect. Yeah. That's the history. You understand? Yeah. little. Yeah, okay, well. Actually, this is my content. I will show you the church. This side. This National Shrine. That's nice church. Yes. This place is known as Baipin. Guys, ബാക്കിലിരിക്കണ പുള്ളി അത്ര ചെറിയ ആളല്ലട്ടാ, പുള്ളി യൂട്യൂബറാണ്. NGC സ്റ്റുഡിയോ. ഞാൻ പ്രൊഫഷൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് ചെറിയൊരു യൂട്യൂബറാണ്, NGC സ്റ്റുഡിയോ ഉണ്ടെന്ന്. ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാട്ടാ. ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇതേപോലെ ഞാനൊരു യൂട്യൂബറാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനും ചെറിയൊരു യൂട്യൂബറാണ്, NGC സ്റ്റുഡിയോ എന്നുള്ള ഒരു അതാണ് എനിക്ക് പറഞ്ഞു തന്നേട്ടാ. സോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ വരെ നമ്മുടെ ഗസ്റ്റാണ്. യെസ്, നൈസ്. This is small canals, not like Alapi. Alapi is very very huge. Here there is small canals only. You saw any elephants at temple? You saw any festival here? Yes, some festival. One festival. There's only one in the Ramashwaram. Here there is so many elephants in temple festivals. Yeah. You saw that? Yeah, one time. One time? At Kochi there is one temple right now. Yeah. That festival is going on. Yes. Okay. Palluruthi. Place is Palluruthi. 11 elephants will come. Right. But sometimes elephant got mad and we need to run. Yeah, run fast. Run fast. Yeah. What's his name? Palluruthi. Palluruthi. Here there is 11 minutes to your homestay. There is a shortcut way. All drivers prefer go straight. Yeah. But for me, you are my guest. So there is small beach here. Let you go that way. Oh, okay. Same Yes, but same distance. Yeah. I will show you some hidden beaches. Only 11 minutes to that your homestay. No, nothing happens. Okay, you got now. So you take one tuk-tuk from your homestay and come here. Yeah. There is a beach known as Kulpulli beach. Kulpulli. Yeah. All drivers will go straight because this road is not good. But nice view. yes.
we go straight, there is nothing to see. Yes. Same minute. Same minutes only. Here 9 minutes shortcut. That 11 minutes. See it on the map, yeah. This is not a lake. This is farm, fish farm. Fish farm. Yeah. We ask ourselves what is Salty water. Salty water. okay. So not for the rice. If we go this way, our Turumbu. Turumbu means, you know, it will. Turumbu in English is എന്താണ്? Yes, to understand, but go. Yeah. Okay. Salty water, very salty. Yeah. So almost drivers will go that way. This water low tide and high tide. This time high tide. That's why. You understand my language? It's good. I'm not using all days English. That's why little. Till Same for us. 2015 I still slang in English, but now no one to talk. That's the problem. Yeah, the same for us and for For me. us, yes. Okay. I read a lot in English, but never. No, okay. It's a little better since No. we came in India. India. The first day it was up. Now Okay. it's a little better. You need to take video. No. But you can. If you need to stop, I will stop. No problem. No, it's good. Okay. We probably make a video and I just need a small transition. Okay. You just tell your YouTube channel Yeah. about me. There is one funny guy at Kochi. Its name is Kochi Rider. This is Kurupulli Beach. Kurupulli Beach. Yeah. Peaceful beach. There is nobody here. Only few peoples. One of the secret beach. Yeah, secret beaches. Go to West, maybe. From here, only 6 minutes to your homestay. Yeah. I like Marari Beach. This is Tengakola. You know, coconut. That guy is pulling. At France, there is no coconut, no? Coconut trees. That's why I show you. You saw a lot of coconut at Alapi, right? Yes. Vegetation is really Here there is all coconuts. Banana tree, you see. Banana tree also, yeah. Yeah. Not outside because all people take and eat. So inside the homes, means inside the ground. Like also tree of the animals, the insects. Yes. So different. In France we are in the mountain and the volcano, so there is a lot of tree and things like that. Too, Okay. but Not the same. not the Very, same. very different. Okay. We are lucky too. We Keralites are very, very lucky. But in, We have mountains, beaches, all. but in the winter in France there is no more leaf on the tree. Okay, what's the positive thing about France? What's a positive? Positive. Let's get positive. Oh, many things. It's always a good question.
Because the weather is different. For some people, they like it. They like to have winter, they have autumn, they Okay. have springtime. It's different all the day. All climates here. Yeah. And the country is small, but there is a lot of landscape, mountain, volcano, beach, everything. Okay. Everything in a small space. So this is nice. Nice. Just sell your house and come back to Kerala. We don't like cold weather. And the food too in French. Oh, nice. Yeah. But in India we like the food too. There is a lot of things. Okay. We like spicy, we like rice, we like everything too. So your homestay is in 1 minute. So thank you for my guest. Yeah. Hope you will call me next time. Kochi Rider, you already subscribed now? Yeah. Thank you. Thank you so much. We made a little video. Okay. You just tell to your channel also. There is a funny guy at Kochi. You can contact them. Yeah, I think about lunch travel Okay. channel. Okay. I have found time, but so. Okay, no problem. Okay, thank you so much. അവരെ ഞാൻ ഇറക്കിയിടാ, അടിപൊളിയായിരുന്നു. അവരുടെ ചാനലിലും എന്നെ കാണിച്ചിട്ടുണ്ട് ഇടാ. ഞാൻ നൈസായിട്ട് എന്തൊക്കെയോ പറഞ്ഞു പോയി. എനിക്ക് ഇംഗ്ലീഷ് വേണ്ടിയില്ലെന്ന്. ഞാൻ ഈ 2015 ഇംഗ്ലീഷ് കൂടുതൽ സംസാരിച്ചേക്കണത്. പിന്നെ ആരോട് സംസാരിക്കാൻ, പിന്നെ നമ്മുടെ കൊച്ചിയിലുള്ള പിള്ളേരുടെ ഒപ്പം കറങ്ങി നടക്കണായിരുന്നില്ലേ. സോ എനിക്ക് വായിൽ ഇംഗ്ലീഷ് വേണ്ടിയില്ല. അധികം ഗസ്റ്റിനെയൊന്നും എടുക്കാത്തതുകൊണ്ട് ഇപ്പം എന്നെ ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലായി. സംസാരിച്ചു വന്നപ്പോൾ അവർ ഹാപ്പിയാണ്. അവർക്കും ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞാൽ അധികം, പക്ഷെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. എല്ലാവരും ഹാപ്പിയാണ്. എന്തായാലും ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാൻ തോന്നിയത് നന്നായി സെറ്റായി. ഇപ്പോൾ ഒരു ഗസ്റ്റ് എനിക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അവർ ഒരു 700 റുപ്പീസ് എനിക്ക് തന്ന്. 660 റുപ്പീസാണ് ഇതിൽ കാണിച്ചത്. അതിൽ 700 റുപ്പീസ് എനിക്ക് തന്നിട്ടാ. ഇനിയിപ്പോൾ ഇതിൽ ഒരു എയർപോർട്ട് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അവരെ നേരെ കൊണ്ടാക്കിയിട്ട് ബാക്കി കാണാട്ടാ. എന്നിട്ട് അവർ ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് കയറിയതല്ല. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കയറിയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ജങ്കാർ വഴി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇത് സേവ് ചെയ്യാൻ പറ്റും, അതായത് പക്ഷെ നിങ്ങൾ പോസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞ് ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നു, ഐ ബിലീവ് യു, നീ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറങ്ങി പോകാമെന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തി പറഞ്ഞു. അപ്പോൾ സാറും പറഞ്ഞു എൻ്റെ അടുത്ത് ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറങ്ങി പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കല്ല, നിങ്ങൾക്ക് കംഫർട്ടാണോ, നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാൻ കംഫർട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, എന്നിട്ട് ജങ്കാർ വഴി കയറി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, അത്ര നേരം നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് വയ്യ, സോ നമുക്ക് കറങ്ങി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കറങ്ങി ഞങ്ങൾ മറ്റേ എറണാകുളം മൊത്തം കറങ്ങിയിട്ടാണ് വന്നത്. കുറച്ച് കിലോമീറ്റേഴ്സ് ഓടി. പക്ഷേ ഊബർ എനിക്ക് പൈസയും തന്നില്ല, എനിക്ക് ആ പൈസ മാത്രമേ കിട്ടുള്ളൂ. ഞാൻ അവരോട് പറയുകയും ചെയ്തു എനിക്ക് എക്സ്ട്രാ പൈസയും തരണ്ട, നിങ്ങൾ എന്തായാലും നിങ്ങൾ എൻ്റെ ഗസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് പകുതി എത്തിക്കഴിഞ്ഞപ്പോൾ അവർ റൂട്ട് മാപ്പ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കണ്ട, ഞാൻ കറക്റ്റായിട്ട് നിങ്ങളെ കൊണ്ടുപോകുള്ളൂ, ഒന്നുകൊണ്ടും പേടിക്കണ്ടടാന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചിരിച്ചിട്ട് പറഞ്ഞു ഇത് കൊച്ചി റൈഡർ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട്, സോ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കമ്പനി അടിച്ച് ഇങ്ങോട്ട് പോകുന്നു, കുറേ കാര്യങ്ങൾ സംസാരിച്ച്. ഞാൻ ഈ വിക്കലാണ്, എനിക്ക് കിട്ടണില്ല, ഇംഗ്ലീഷൊന്നും വന്നില്ല. എൻ്റെ ഇംഗ്ലീഷൊക്കെ തേങ്ങാക്കൊലയാന്നൊക്കെ വന്നേക്കണം ലാസ്റ്റ് അവർക്ക് മനസ്സിലായി. അവർക്ക് ഫ്രാൻസിൽ ഈ തേങ്ങയില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ തേങ്ങാക്കൊലയൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ്, മനസ്സിലായി. തേങ്ങാക്കൊല കാണിച്ചപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെയൊക്കെ കമ്പനി അടിച്ചൊക്കെ വന്നിട്ടാ, ഫുള്ള് കോമഡിയായിരുന്നു. ലാസ്റ്റ് അവരെൻ്റെ അടുത്ത് പറഞ്ഞേ എന്താണ്, ഞങ്ങൾക്കും ഇംഗ്ലീഷൊന്നും അധികം അറിയില്ല, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ പറയണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രാൻസിലും അങ്ങനെ അധികം ആരും ഇംഗ്ലീഷൊന്നും പറയില്ല, ഇംഗ്ലീഷ് പറയണതെല്ലാം ഇന്ത്യക്കാരാണെന്ന്. അത് കേട്ടോ എൻ്റെ കിളി പോയി. അവിടെ കൂടുതൽ ഇന്ത്യക്കാർ വന്നിട്ടാണ് ഇംഗ്ലീഷ് പറയണത്. ഇന്ത്യക്കാരിലെ ഏറ്റവും കൂടുതൽ കേരളീയർസാണ് അവിടെ ഇംഗ്ലീഷ് പറയണത്, ഞാൻ കേട്ടേക്കണേ. അപ്പോൾ അച്ഛന്മാരെ എന്താണ് പൊളിയാണ്. ഇവരുടെ യൂട്യൂബ് ചാനലിലും വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മളെ ഇടാൻ വേണ്ടി, ഞാനും എടുത്തിട്ടുണ്ട്. സെറ്റ് പൊളിയായിരുന്നു. ഇന്നത്തെ ഫസ്റ്റ് കസ്റ്റമർ വാസ് നൈസ്, വെരി സെറ്റപ്പ്. ഇനി അവർ കോൺടാക്ട് ചെയ്യോടാ, എന്നെ കോൺടാക്റ്റിൽ വെച്ചേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മീൻസ് അവർ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കീപ്പ് ഇൻ ടച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊളാബ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം എല്ലാ വർഷവും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊളാബ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്റർനാഷണൽ ലെവലിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഫ്രാൻസിലൊക്കെ അറിയപ്പെടുന്നു കൊച്ചി റൈഡർ. എനിക്ക് വയ്യ,
എന്തൊക്കെയാ നടക്കണ. ഒരു ദിവസം ദൈവം എനിക്ക് വേണ്ടി കൊണ്ടുവന്ന അന്നത് കണ്ടില്ല ഗൈസ്. ഇതൊക്കെ ഒരു രസം ഉണ്ടാവുക. ഈ കസ്റ്റമർ എങ്ങനെയാണെന്ന് അറിയില്ല. അടുത്ത കസ്റ്റമറേയും കൂടി കിട്ടിയതാണ്. ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് എല്ലാവരും കൂടി നിന്നൊരു ഫോട്ടോ എടുക്കണം, മസ്റ്റായിട്ട് വേണം, മസ്റ്റായിട്ട് ഫോട്ടോ എടുക്കണം എന്ന് പറയും. ഞാനപ്പോൾ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് വളരെ റെഡിയാണ്. അതിൻ്റെ ആ സ്പെക്സ് വെച്ചിട്ട് പറഞ്ഞു നിന്ന് പൊള്ളി. ഞാനൊരു എടുത്ത് എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഞാനൊരു എടുത്ത് നമ്മുടെ ഇതിൽ വെച്ചേക്കല്ല, സെറ്റാണ്. ഇപ്പം ഇതും എനിക്ക് തോന്നുന്നു ഫോറിനേഴ്സ് ആകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് നൈസായിട്ട് നോക്കാം. പൈസ അങ്ങനെ എയർപോർട്ടിൽ ഡ്രോപ്പ് അടിച്ചിട്ടാ ആ മേഡത്തിനാ ആ പെട്ടിയൊക്കെ ഒന്ന് പൊക്കി വെച്ച് കൊടുക്കാൻ. ഒറ്റക്കായിരുന്നു, കുറേ പെട്ടി ഉണ്ടായിരുന്നു, എല്ലാം പൊക്കി വെച്ച് കൊടുത്തു. പേയ്മെൻറ്റ് 840 രൂപ ഇടാം. ടോട്ടൽ ഇപ്പോൾ 1108 രൂപ ഇടാം. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് വെച്ചാൽ 75 കിലോമീറ്റർ ഓടി. എന്നിട്ട് 1100 രൂപ കിട്ടിയാണ്. ആ സ്പോട്ട് അടിച്ചൊന്നുമില്ലടാ. അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് 106, 110 ഇട്ടാ അങ്ങനെ കിടക്കണത്. അതിക്കേ പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഭാഗ്യം ഒരു പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ ഗൈസ്, സ്പോട്ടടി. അതാണ് ഏറ്റവും വലിയ സീൻ. നമുക്ക് ഇതിൻ്റെ താഴത്തെ എവിടെയെങ്കിലും പോയി നിൽക്കാം. യൂറിനേറ്റ് ചെയ്തിട്ടുള്ള സീനാണ്. എന്തായാലും ഞാനിന്ന് എയർപോർട്ടിൽ തന്നെ നടക്കാനാണ് തീരുമാനിച്ചേക്കണം. കാരണം ഒരു രക്ഷയില്ല, പുറത്തിറങ്ങിയിട്ട് വല്ല രക്ഷയുണ്ടാവും, ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് ഒരു ട്രിപ്പെങ്കിലും കൺഫേം ആക്കി എങ്ങോട്ടെങ്കിലും കൺഫേം ആയിരിക്കണം. അതുകൊണ്ട് വിമാനം നീല വിമാനം പൊങ്ങട്ടെ വറക്കാൻ വേണ്ടി ഇരിക്കണേണ്ട. അപ്പോൾ വച്ചാമാരെ ഞാൻ എന്തായാലും ഇവിടെ തന്നെ നിൽക്കുന്നത്. പുറത്തിറങ്ങിയിട്ട് ഓട്ടോ ഒന്നുമില്ല. എന്നാൽ പിന്നെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 110 പേര് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ട്രിപ്പ് കൺഫേം ആണ് ഗൈസ്. വണ്ടി ഓടിച്ചാൽ കണ്ടില്ലേ, വണ്ടി അങ്ങോട്ട് ഓടിച്ച് അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് നിർത്തി. ഓഫ് ഒന്നും പറ്റിയില്ലടാ. ഞാൻ വിചാരിച്ചിട്ടിച്ച് പൊളിച്ചതേ, ഇത് പൊളിഞ്ഞു പോയി. ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കണത്. ഒന്നും പറ്റില്ലടാ, എൻ്റെ പൊന്നെ കറക്റ്റായിരുന്നു. ഒന്നും പറ്റിയില്ല, ഭാഗ്യം, എല്ലാം എൻ്റെ ഭാഗ്യം. യെസ് ഗൈസ്, അങ്ങനെ എയർപോർട്ടിൽ ആദ്യമായിട്ട് പോസ്റ്റ് അടിക്കാൻ വേണ്ടി പോകണേണ്. ഒരു പ്രാവശ്യം ഞാൻ അടിച്ചിട്ടുണ്ട് പോസ്റ്റ്, പക്ഷേ ട്രിപ്പ് കിട്ടിയിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ പുറത്തിറങ്ങിയാലും അകത്തിരുന്നാലും ട്രിപ്പ് കിട്ടുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിവിടെ അകത്ത് തന്നെ ഉണ്ടാ. നല്ല കാറ്റുണ്ട്, കുഴപ്പമില്ല ഫ്രണ്ട്സ്, നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. എനിക്ക് തോന്നണേ ഇങ്ങനെ തങ്ങി വന്ന് കൊള്ളണ കാറ്റാണ്. നല്ല രസം ഇവിടെ കിടക്കാൻ, സൂപ്പറായിട്ട് കിടക്കണേ. 71 നമ്മ. യെസ് ഗൈസ്, ഒരു ട്രിപ്പ് പോലും അടിച്ചില്ല ഗൈസ്, ഒരു റഡാർ പോലും അടിച്ചില്ല. 61 തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പം നമ്മൾ 3:25 ഇട്ടാ. ഇനി ഇവിടെ നിന്ന് സമയം കളയാൻ എന്നെ കൊണ്ടാവില്ല ഗൈസ്, സീനാണ്. സോ ലെറ്റ്സ് ഗോ. അടുത്ത ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പറവൂർ കവല. അതിനു മുമ്പ് നമ്മൾ ഫുഡ് കഴിക്കുന്നു, എന്നിട്ട് ബാക്കി പരിപാടി നോക്കുന്നത്. വെറുതെ 2 മണിക്കൂർ കളഞ്ഞു അറിയാം. ഓഫ് 130 രൂപ ഗൈസ്, 6 മിനിറ്റ് കൂടുതലാണ്. പെട്ട് 130 രൂപ പോയി, 6 മിനിറ്റ് കൂടുതലാ. അയ്യേ, ശരവണ ഭവനുണ്ട് ഇവിടെ, കയറി നോക്കിയാ ഫുഡ് കിട്ടിയാൽ മതിയെന്ന്. അതാ നൈസ്. എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ. ഓക്കെ, ഓക്കെ നൈസ്. ഇവിടെ കയറി ഫുഡ് അടിക്കട്ടെ. ഇവിടെ ഈ 2 കോമ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറയട്ടാ. വെജ് ബിരിയാണിയും ചപ്പാത്തി പൊറോട്ട. ഗൈസ്, ഇന്ന് വെജിറ്റേറിയനായിട്ട് ഞാൻ ഓർഡർ ചെയ്തേക്കണ ഇതൊക്കെ ഉണ്ടാവും. ഒരു വെജ് ബിരിയാണി, പിന്നെ നമ്മുടെ എന്താണ് മറ്റേ ഗോബി വിത്ത് ഗ്രേവി, ഗോബി വിത്ത് ഗ്രേവി. ഇനി അടിച്ച് കയറ്റട്ടെ, വിശന്നിട്ട് ചെയ്യാം. 4 മണിക്കാണ് ഫുഡ് കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഈ സീങ്ങണ്ട ഫുഡ് അടിച്ചോണ്ടിരുന്നപ്പോൾ എയർപോർട്ടിൽ നിന്ന് ട്രിപ്പ് അടിച്ചേക്കാം. ഞാൻ എയർപോർട്ടിൽ നിന്ന് 10 കിലോമീറ്റർ അപ്പുറത്തെത്തി. എന്നിട്ട് ട്രിപ്പ് അടിച്ചേക്കണത് 250 രൂപ ഗൈസ്. അങ്ങനെ ട്രിപ്പ് അടിച്ചിട്ടാ. അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടാ. ഇവിടെ നിന്നാണ് അടിച്ചേക്കണേട്ടാ. ആ കസ്റ്റമർ ക്യാൻസൽ ആക്കിയപ്പോൾ തന്നെ അടിച്ച്. ഞാൻ പോയി പിക്ക് ചെയ്യട്ടെ. കസ്റ്റമർ എത്തി.
ഇതൊരു ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. നല്ല നീറ്റായിട്ടുള്ള ഒരു കസ്റ്റമർ ആയിരുന്നു, ഫ്രം ന്യൂസിലാൻഡ്. ഇന്നെന്താണ് ഫുൾ ഇൻ്റർനാഷണൽ കളിയാണല്ലോ. ഫ്രാൻസ്, ന്യൂസിലാൻഡ്, പിന്നെ ഒരു മാഡം ഇൻ്റർനാഷണലോട്ട് കയറിപ്പോയി. അതൊന്ന് മസ്കറ്റിലേക്ക് അങ്ങനെ എന്തോ കയറിപ്പോയാണ്. ഫുൾ ഇൻ്റർനാഷണൽ ഗസ്റ്റ് ആണ്ടാ. യെസ്, നൈസ്. പുള്ളി ഫസ്റ്റ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങണേയുള്ള. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഇതിൽ മെസ്സേജ് അയച്ചിട്ടാ, ആർ യു കമ്മിങ്? കാരണം 1 മിനിറ്റ് അപ്പുറത്തായിരുന്നു വെച്ചാൽ പുള്ളിക്ക് പെട്ടെന്ന് പോകണമെന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞു ഐ ആം കമ്മിങ്. ലാസ്റ്റ് പുള്ളീൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സാറേ സോറി ഇട്ടാ, ഹോട്ടലിലായിരുന്നു, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു, ഓടി വന്നതാണ്ടാന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മറ്റേ ആലുവ കൂടിയൊക്കെ, ആലുവ മറ്റേ ശിവരാത്രി അതിൻ്റെ സിഗ്നൽ ഉണ്ടല്ലോ, പറവൂർക്കവല കഴിഞ്ഞിട്ടുള്ള ആ സിഗ്നലിൻ്റെ അതിൽ കൂടി ഞാൻ ഇങ്ങനെ വെട്ടിച്ചിങ്ങനെ നമ്മളെ വെട്ടിച്ച് നമ്മൾ ഒരു ആവറേജ് സ്പീഡിൽ ഞാനും പോയിക്കൊണ്ടിരിക്കണതാണ്. അപ്പോൾ പുള്ളി സൗണ്ടൊക്കെ അയ്യോ അയ്യോ ആ സൗണ്ടൊക്കെ ഞാനപ്പോൾ പുള്ളി പിന്നെ ഒരു ബസ്സുകാരൻ വന്നത് ഇങ്ങനെ അങ്ങോട്ട്, ഒരു ബസ്സുകാരൻ വന്ന് ഫ്രണ്ടിൽ ഇങ്ങനെ നിർത്തി, ഒരു ലോറിക്കാരൻ വന്നത് ഇങ്ങനെ അങ്ങോട്ട് നിർത്തിയിടാം. കറക്റ്റ് നടുക്ക് ഞാനായി പോയി. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് അയ്യോ അപ്പോൾ ചോദിച്ചേ, സാറ് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ന്യൂസിലാൻഡായിരുന്നു, ഞാൻ 10 കൊല്ലമായിട്ട് ന്യൂസിലാൻഡിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇന്നലെ വന്നോളൂ എന്ന്. ന്യൂസിലാൻഡിൽ എങ്ങനെയാണ് ഡ്രൈവിങ്, അടിപൊളിയാണോ, സിഗ്നലൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു. ഇതേപോലെ ഒന്നല്ല, അവിടെയൊക്കെ പെർഫെക്റ്റ് ആണ്, ട്രാഫിക്കൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അവിടെ ഒരു സംഭവം സെറ്റാണെന്ന് പറയും. ഇവിടെ ഫുള്ള് പേടിയാണെന്ന് പറയും. എനിക്ക് മനസ്സിലായി സാറിൻ്റെ ആ ഈ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ മച്ചാന്മാരെ ഞാൻ ആ ബിരിയാണിയും അതും കഴിച്ചില്ലേ, എത്ര രൂപയെന്ന് ചോദിച്ചില്ലല്ലോ, 326 രൂപ ടിഷ്. ഒന്നും നോക്കിയില്ല, വിശന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ് ഗൈസ്. ഗുയ്സ് ഇതിൽ അപ്ഡേഷൻ വന്നു ഗുയ്സ്. ഞാൻ ഈ പ്രൊഫൈലിൽ വെറുതെ കയറി നോക്കിയപ്പോൾ ഇതിൽ കോംപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതിൽ വ്യൂ ഓൾ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ അതിൽ ഗ്രേറ്റ് കോൺവെർസേഷൻ ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമ്മൾ നിന്നിട്ട് ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് ആറായിട്ടാ. എന്താ സൂര്യൻ താഴ്ന്ന് ഇവിടം വരെ എത്തി, ചൈതന്യമായി അവിടം വരെ എത്തി. നമ്മൾ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഗൈസ്, നമുക്ക് നൈസായിട്ട് നേരെ പോവാം. മെഡിക്കൽ സെൻറ്ററിൻ്റെ അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ അവിടെ കൊണ്ട് നിന്നിട്ടുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അവിടെ കൊണ്ടുവന്ന് കുത്തിക്കയറ്റിട്ടുണ്ട്. ഞാൻ കൊണ്ട് നിർത്തിയ സ്ഥലത്ത് ബിലാൽ തട്ടുകടയില്ലേ, അവിടെ എന്തോ വലിയ പ്രശ്നം നടക്കുന്നു കേട്ടോ. ഭയങ്കര ഒച്ചയും ബഹളവും ആൾക്കാരൊക്കെ കൂടി, സീനാണ്, കബൂർ സീനാണെന്ന് തോന്നുന്നു. നമ്മുടെ മെഡിക്കൽ സെൻറ്ററിൻ്റെ അവിടെയുള്ള തട്ടുകട എന്തോ സീനുണ്ട്, മച്ചാൻ കാലൊക്കെ പിടിക്കുന്നുണ്ട്. നമുക്ക് വണ്ടി ഇട്ടിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല, എന്താ സീനെന്നറിയില്ല, എന്തായാലും വലിയ സീനാണ്. ആൾക്കാരൊക്കെ പിടിച്ചോണ്ടൊക്കെ പോകുന്നുണ്ട്. ഉണ്ടോ, പിടിച്ചോണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം എന്നറിയില്ല. അവനെന്തോ അവിടെ ബായി എന്തോ അലമ്പ ഉണ്ടാക്കിയേക്കാണ് നൈസായിട്ട്. ഗൈസ് ഒരു 3 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ, 180 രൂപ കിട്ടിയിടാം. 1500 ആയോ? 135 രൂപ കിട്ടി. 1500 ആയിട്ടില്ല. നമ്മുടെ ഒബ്രോൺ മാളിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്, ഒബ്രോൺ മാൾ. ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് 1 or 2 months അത്ര വർക്ക് ചെയ്തിട്ടുള്ളൂ. ഞാൻ പണിയെടുക്കാത്ത സ്ഥലമല്ല വില ഗൈസ്. CNG കൂടി അടിച്ച് ഫുള്ളാക്കിയിട്ട് അങ്ങോട്ട് പോവാം. 470 രൂപയുടെ CNG കൂടി അടിക്കേണ്ടി വരും. അങ്ങോട്ട് അടിച്ച് അങ്ങോട്ട് ഫുള്ളാക്കട്ടെ ഫ്രണ്ട്സ്. 454 രൂപ അടിച്ചിട്ടാ നമ്മ സെറ്റാക്കിയിട്ടുണ്ട്, അടിച്ച് ഫുള്ളാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേ മഷി കിടക്കണം, അതെന്താണെന്നറിയില്ല. മഷി പേനയൊന്നും ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ഇത് ഇവിടെ നിന്നാണ് ഈ മഷിന്ന് എനിക്കറിയില്ലടാ, ഇത് സംഭവിച്ചത്. പിന്നെ ഇന്നത്തെ ഫേവറേറ്റ് കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രാൻസിലുള്ള സായിപ്പ് മദാമ ആയിരുന്നു കേട്ടോ.
അടിപൊളിയായിരുന്നു, സൂപ്പർ. മച്ചാൻ പറയും ഇതുവരെയായിട്ടും പിന്നെ വേറെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ 1500 സംതിങ് ഒപ്പിച്ചിട്ടുണ്ട്. അതിൽ 450 രൂപ CNG ഞാനിപ്പോൾ അടിച്ച് ഫുള്ളാക്കി ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നാളെ നോക്കിയാൽ മതിയല്ലോ. നാളെ ഇനിയിപ്പോൾ CNG അടിക്കാൻ വേണ്ടി നമ്മൾ തോപ്പുംപടി ചെല്ലണ്ട, നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിയിലോ തോപ്പുംപടിയിലോ ചുള്ളിക്കലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ മാറി നിന്നാൽ മതി. ഓക്കെ, അപ്പോൾ നാളെയും ഒരു വെറൈറ്റി കസ്റ്റമർ എക്സ്പീരിയൻസ് തരാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നുണ്ട് മച്ചാന്മാരെ. പിന്നെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാ മച്ചാന്മാർക്കും നന്ദിയുണ്ട് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് കൊച്ചി റൈഡർ. ബൈ ബൈ.